ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഹലോ നമസ്കാരം. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും. ചിത്രം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഒരു കംബാക്ക്. അത് ജാനുവരിയിൽ നടക്കേണ്ടായിരുന്ന ചിത്രത്തിന്റെ OTT പ്രശ്നങ്ങൾ കാരണം അത് തള്ളി നീക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴാണ് കറക്റ്റ് സമയമായിട്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചിത്രം ഡെലിവർ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ സ്റ്റാർട്ട് തന്നെ നമ്മൾ ഈ ചില സിനിമകൾ കണ്ടിട്ടില്ലേ, തുടക്കത്തിൽ തന്നെ നമ്മളെ സിനിമയിൽ ഇന്നാക്കും. അതേപോലെ തന്നെ ചിത്രത്തിൽ ആ ഒരു ഫസ്റ്റത്തെ ഷോട്ടും ആ സൗണ്ട് മിക്സിങ്ങും കാരണം നമ്മളെ സിനിമയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു ആകാംക്ഷ നമുക്ക് ജനിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ്റെ ഇൻട്രോ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണ്. വലിയ രീതിയിലുള്ള ജഗപൊക മൂവ്മെന്റ് അങ്ങനെ ഒന്നുമല്ല, ഒരു സിമ്പിൾ ഇൻട്രോ ആണ് ലാലേട്ടൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫാമിലി ആയിട്ടുള്ള സംബന്ധമായ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മളെ സിനിമ കൂട്ടി കൊണ്ടുപോകുന്നത്. ഫാമിലി സ്വന്തമായി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ആ ചുറ്റുപാട് അന്തരീക്ഷത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ ഇതിൽ ലാലേട്ടനെ ട്രോളുന്നുണ്ട്. ചില കഥാപാത്രങ്ങൾ, ഈ അശ്വന്ത് കോക്കിന്റെ കുറച്ച് വാക്കുകൾ പിന്നെ മറ്റുള്ളവർ ശോഭനയായിരുന്നാലും മക്കളായിരുന്നാലും അതേപോലെ തന്നെയാണ് ഓരോരോ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൽ ട്രോളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് എത്തിക്കുന്ന ഒരു ഇന്റർവെല്ല് പഞ്ചാണ്. ഇന്റർവെല്ലിന് ശേഷമാണ് നമ്മൾ ലാലേട്ടനിലുള്ള പെർഫോമറെ കാണാൻ വേണ്ടി പോകുന്നത്. കമ്പം ഭാഗത്തൊരു ലോഡ്ജിലൊരു സീനുണ്ട്, അത് നിങ്ങൾ കാണണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഒരു ഉറങ്ങിക്കിടന്ന ഒരു ലാലേട്ടൻ ഫാൻ്റെ മനസ്സിൽ വരുന്നതെന്നുള്ളത്. രോമാഞ്ചമല്ല, അതിൻ്റെ അപ്പുറം നമുക്ക് കണ്ണുകൊണ്ട് ഇമോഷണൽ മാസം കൊണ്ട് കണ്ണ് നിറയുന്ന രീതിയിൽ നമുക്കായിപ്പോവും ആ ഒരു സീൻസ് കാണുമ്പോൾ. ചിത്രത്തിന് ഇങ്ങനെ കുറച്ച് സീൻസ് വരുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ലൈറ്റിങ്ങും പിന്നെ അതിന് ചേരുന്ന രീതിയിലുള്ള ആപ്റ്റായിട്ടുള്ള BGM ചെയ്തിരിക്കുന്നത് നമ്മുടെ ജെയ്ക്സ് ബിജോയാണ്. ഇതാണ് BGM. ഈ രീതിയിലുള്ള BGM കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു രോമാഞ്ചം ഉണ്ടാകുന്നത്. ശരിക്കും ആ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള ആ പശ്ചാത്തലത്തിൽ ആ കഥയ്ക്ക് എന്താണോ ആപ്റ്റായിട്ടുള്ള അതേ രീതിയിലുള്ള BGM ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോ. അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്തത് നമ്മുടെ ഷാജികുമാർ ചേട്ടനാണ്. പുലിമുരുകൻ ചെയ്ത ഓറി വന്നിട്ട് KR സുനിലും പിന്നെ തിരക്കഥ KR സുനിലും തരുൺമൂർത്തിയും കൂടെ ചെയ്താണ്. സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. ഇതിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ടോന്നൊരു ഡൗട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ലാലേട്ടനെ കൂടെ തന്നെ ശോഭന, മണിയമ്പിള്ള രാജു, ഇർഷാദ്, ലാലേട്ടന്റെ മകളെ അഭിനയിച്ച കുട്ടി, പിന്നെ തോമസ് മാത്യു, പിന്നെ വില്ലനായി വന്ന പ്രകാശ് വർമ്മ, ഇവരൊക്കെ നല്ല രീതിയിൽ അവരുടെ റോള്, എസ്പെഷ്യലി വില്ലനായിട്ട് വന്ന പ്രകാശ് വർമ്മ നമുക്ക് കാണുമ്പോൾ തന്നെ, അതായത് അയാളുടെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ രീതിയിലാണ് അഭിനയിച്ചു വെച്ചിരിക്കുന്നത് പുള്ളി. സിനിമയിൽ നെഗറ്റീവായിട്ട് എടുത്ത് പറയാൻ തക്ക രീതിയിലായിട്ടൊന്നുമില്ല. പക്ഷെ ചില സീൻസിലുള്ള ഒരു ലെങ്ത് കുറച്ചൊന്ന് ക്രിസ്പാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈവൻ ബെറ്റർ ആയനെ. സിനിമയിൽ യാതൊരു വിധത്തിലുള്ള ഒരു നെഗറ്റീവും ആക്ടേഴ്സ് ആയിരുന്നാലും ടെക്നീഷ്യൻസ് ആയിരുന്നാലും പറയാനില്ല. അത്രയും നല്ല രീതിയിലുള്ള ഒരു സിനിമയാണിത്. മൊറോവർ ഈസ് ബാക്ക് വിത്ത് ഹിസ് ഫിനോമിനൽ ആക്ടിങ്. അത്രയും നല്ല രീതിയിൽ ലാലേട്ടനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. തുടങ്ങാല്ലേ? പിന്നെ ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.